യോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ദ പ്രഡിക്ഷൻ ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ഇസ്ലാം മഖഷേവ് ആൻഡ് ഡസ്റ്റിൻ പോറിയെ. ഹൗ ക്യാൻ ഡസ്റ്റിൻ പോറിയെ വിൻ ദിസ് ഫൈറ്റ് ഈവൻ ദ ഓൾ ഓഡ്സ് ആർ അഗെയിൻസ്റ്റ് ഹിം? നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിപ്പോൾ ഫൈറ്റ് നോക്കുകയാണെങ്കിൽ ഡസ്റ്റിൻ പോറിയെ ഇസ് പ്രിഡോമിനൻ്റ്ലി എ സ്ട്രൈക്കർ, എ ബോക്സർ, ഫിനോമിനൽ ബോക്സർ who has got very good Brazilian Jiu-Jitsu skills, not grappling skills, Brazilian Jiu-Jitsu skills. ഇസ്ലാം മഖഷേവിനെ നോക്കുകയാണെങ്കിൽ പൗണ്ട് ഫോർ പൗണ്ട് നമ്പർ 1 ഫൈറ്റർ ഓൺ ദ പ്ലാനറ്റ്, ഓൾ റൗണ്ടഡ്, ഗുഡ് എവ്രിവെയർ, നല്ല സ്ട്രൈക്കിംഗ്, നല്ല കിക്സ്, നല്ല ടോപ്പ് പ്രഷർ, നല്ല അങ്ങനെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലൈക്ക് ഓൾ ദാഗിസ്ഥാനി ഫൈറ്റേഴ്സ് റെസ്ലിംഗ് ആണ്, ടോപ്പ് കൺട്രോൾ, ഗ്രാപ്ലിംഗ്. റെസ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഗ്രാപ്ലിംഗ്, ബിക്കോസ് ഹി വിൽ ട്രൈ ടു ഗോ ഫോർ ദ ഫിനിഷ് അൺലൈക്ക് സം അതർ ദാഗിസ്ഥാനി ഫൈറ്റേഴ്സ്. ഈ ഫൈറ്റ് ഡസ്റ്റിൻ പോറിയയുടെ ലാസ്റ്റ് ചാൻസ് ആണ് ടു വിൻ ദ അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ. He fought first against Habib for the undisputed title, lost via rear naked choke. Second, Charles Oliveira fight ചെയ്തു for the undisputed title. He again lost via rear naked choke. ഇതാളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. He is around 37 years of age. ആള് കുറേ നാളായി ഫൈറ്റ് ചെയ്യണോ. He has been in UFC since he was 20 or something. കുറേ നാളായി ഫൈറ്റ് ചെയ്യണോ അങ്ങേര്. This is his last chance. ലൈക്ക് ജസ്റ്റിൻ ഗേജിയുടെ എതിരെ അങ്ങേര് നോക്കൗട്ടായി പോയപ്പോൾ ആൾക്കാർ വിചാരിച്ചത് അങ്ങനത്തെ ചാൻസ് കഴിഞ്ഞു എന്നാണ്. പക്ഷേ ദിസ് ഇസ് വൈ വി ലവ് MMA. എന്ത് വേണേലും സംഭവിക്കുക. ഹി വൺ അഗെയിൻസ്റ്റ് ബെൻവാ സെൻറ്റനി. അതിൻ്റെ വേറെ ആരും ആക്റ്റീവ് ഉണ്ടായിരുന്നില്ല ഇസ്ലാം മഖഷേവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ. ഹി വാസ് ഓൺലി ഗൈ ആക്റ്റീവ് ഫൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡസ്റ്റിൻ പോറിയെ ഗോട്ട് ഇസ് ചാൻസ് ആൻഡ് ദിസ് ഇസ് ഹിസ് ലാസ്റ്റ് ചാൻസ്. ആൻഡ് ഡസ്റ്റിൻ പോറിയെ നോസ് ദിസ്. അങ്ങേർക്ക് അറിയാം ഇത് ജയിച്ചില്ലെങ്കിൽ ദിസ് ഇസ് ഹിസ് ലാസ്റ്റ് ചാൻസ്. ആൻഡ് ഹി അണ്ടർസ്റ്റാൻഡ്സ് എ ത്രെറ്റ് ദാറ്റ് ഇസ് അഗെയിൻസ്റ്റ് ഹിം, ദാറ്റ് ഇസ് ഇസ്ലാം മഖഷേവ്. ഇസ്ലാം മഖഷേവ് ഇസ് എ വെൽ റൗണ്ടഡ് ഫൈറ്റർ ഹു ഹാസ് ഗോട്ട് റിയലി ഗുഡ് കിക്സ്, റിയലി ഗുഡ് ഗ്രാപ്ലിംഗ്, എക്സലൻറ്റ് ടോപ്പ് കൺട്രോൾ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റൈലിസ്റ്റിക്കലി ഇറ്റ് ഇസ് എ വെരി ബാഡ് മാച്ചപ്പ് ഫോർ ഡസ്റ്റിൻ പോറിയ. ഡസ്റ്റിൻ പോറിയയുടെ എതിരെ ഒരു റെസ്ലർ, എസ്പെഷ്യലി റെസ്ലേഴ്സ് ലൈക്ക് ഹബീബ്, ഇസ്ലാം, ദോസ് കൈൻഡ്സ് ഓഫ് ടോപ്പ് ഭയങ്കര ഇൻക്രെഡിബിൾ ടോപ്പ് പ്രഷറുള്ള ആൾക്കാരുടെ എതിരെ ഭയങ്കര, ഇഫ് യു ലുക്ക് അറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങേര് ബുദ്ധിമുട്ടിയുണ്ട്. ഈവൻ അഗെയിൻസ്റ്റ് മൈക്കിൾ ചാൻഡലർ he was winning the fight until he got the rear naked choke finish against Michael Chandler. അപ്പോൾ റെസ്ലേഴ്സിൻ്റെ ഒപ്പം നോക്കുകയാണെങ്കിൽ ഡസ്റ്റിൻ പോറിയെ ഓൾവേസ് സ്ട്രഗിൾസ്. പക്ഷേ he has got one thing that Islam Makhachev don't have, the phenomenal boxing skills, the stand-up skills. If you are looking at a striking battle between Islam and Dustin Poirier wins 10 out of 10 times. I don't care what the fuck anyone says. അത്ര പൊളിയാണ് ഡസ്റ്റിൻ പോറിയ ഓൺ ഹിസ് ഫീറ്റ്. പക്ഷേ ഇസ്ലാം മഖഷേവ് ടേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് കുഴപ്പം പറ്റുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിവൈസ് എ പ്ലാൻ ഫോർ ഹിം വെർ ഹി ക്യാൻ നോക്ക് ഇസ്ലാം മഖഷേവ് ഔട്ട് വിത്തൗട്ട് ഗെറ്റിംഗ് ടേക്കൺ ഡൗൺ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഫൈറ്റ് എങ്ങനെ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇസ്ലാം മഖഷേവിൻ്റെ സ്ട്രെങ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം മഖഷേവ് ഏറ്റവും ബ്യൂട്ടിഫുള്ളി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഹീ പ്രഷേഴ്സ് ഒപ്പണൻസ് ബാക്കപ്പ് അഗെയിൻസ്റ്റ് എ ഫെൻസ് വിത്തൗട്ട് ഗെറ്റിംഗ് ഹിംസെൽഫ് ഇൻ ഡേഞ്ചർ. ആളിങ്ങനെ he will stay in a stance just jabbing feint jab, എന്നിട്ട് അങ്ങനെ ചെയ്ത് പ്രഷർ ചെയ്യും ബാക്കപ്പ് അഗെയിൻസ്റ്റ് ഫെൻസ് ഒപ്പണൻസിനെ. ആൾ പിന്നെ ഹബീബിനെയൊക്കെ പോലെ ടേക്ക് ഡൗൺസിന് വേണ്ടി ഷൂട്ട് ചെയ്യില്ല ഒരിക്കലും. ഹി ഓൾവേസ് എപ്പോൾ നോക്കിയാലും എഗെയിൻസ്റ്റ് ചാൾസ് ഒലിവേര ആൻഡ് എഗെയിൻസ്റ്റ് അലക്സാണ്ടർ വോൾക്കനോസ്കി ഒക്കെ അങ്ങേര് എടുക്കണത് ഹീസ് ടേക്കിംഗ് പീപ്പിൾ ഡൗൺ ബൈ ഗെറ്റിംഗ് ദാറ്റ് ബോഡി ലോക്ക് വഴിയാണ്. ടേക്ക് ഡൗൺ വേണ്ടി പോയിട്ടല്ല. ഹീസ് ഗെറ്റിംഗ് ദാറ്റ് ബോഡി ലോക്ക് ഇൻ ഹാൻഡ് ആൻഡ് ഹീസ് ട്രിപ്പിംഗ് ഹിസ് ഒപ്പണൻസ്. കാലിടക്ക് കയറ്റി വെച്ചിട്ട് ഓഫ് ബാലൻസ് ആക്കി കളഞ്ഞിട്ടാണ് ടേക്ക് ഡൗൺ ചെയ്യണേ, അൺലൈക്ക് മോസ്റ്റ് അതർ റെസ്ലേഴ്സ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു സ്ട്രെങ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ സ്ട്രെങ്ത്താണ് ഇവിടെ ഡസ്റ്റിൻ പോറിയയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുക എഗെയിൻസ്റ്റ് ഇസ്ലാം മഖഷേവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇസ്ലാമിൻ്റെ ഫൈറ്റിംഗ് സ്റ്റാൻസ് ആണ്. ഇസ്ലാം ഒരു സൗത്ത് പോ ആണ് പ്രിഡോമിനൻ്റ്ലി. ആൾ സ്റ്റാൻസസ് ഒരിക്കലും സ്വിച്ച് ചെയ്യാറില്ല. ഒരു പ്യുവർ സൗത്ത് പോ ആണ്. പ്യുവർ സൗത്ത് പോ ഹൂ ലൈക്സ് ടു ഫൈറ്റ് ഓർത്തഡോക്സ് ഗേസ്. അപ്പോൾ ഇത് അറിയാത്തവർ ഓർത്തഡോക്സും സൗത്ത് പോ ഒക്കെ എന്താണെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡഡ് ഗൈസ് ആയിരിക്കും, സൗത്ത് പോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റീസ് ആയിരിക്കും. അപ്പോൾ ഓർത്തഡോക്സ് ആണെങ്കിൽ അതാണ് ജനറൽ കോമൺ സ്റ്റാൻസ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ റൈറ്റ് ഹാൻഡഡ്. അപ്പോൾ അവരുടെ റൈറ്റ് സൈഡ് ബാക്കിലായിരിക്കും, അവരുടെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിലായിരിക്കും. സോ ദർ ലീഡ് ഹാൻഡ് വിൽ ബി ദർ ലെസ് ഡോമിനൻറ്റ് ഹാൻഡ് ആൻഡ് ദർ റിയർ സൈഡ് വിൽ ബി ദർ മോർ ഡോമിനൻറ്റ് ഹാൻഡ്. അപ്പോൾ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ
ലെഫ്റ്റ് ഹാൻഡഡ് പീപ്പിളാണ് ജനറലി സൗത്ത് പോ സ്റ്റാൻസിൽ നിൽക്കണേ. എന്നിട്ട് എനിക്ക് ഇതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യാനുള്ളത് ഇസ്ലാമിൻ്റെ ഫൈറ്റിംഗ് സ്റ്റാൻസ് ആണ്. നമുക്ക് നോക്കാം ഇതിൽ. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം തന്നെ നോട്ടീസ് ചെയ്യണേ. ഇവിടെ കണ്ടോ എത്ര വൈഡാണ് നോക്ക്, സ്റ്റാൻസ് എത്ര വൈഡാണ് നോക്ക്. ജനറലി ഇങ്ങനെ ഒരിക്കലും നിൽക്കണത് നല്ലതല്ലേ. ബോക്സിങ്ങിലാണെങ്കിൽ ഓക്കെ, ബട്ട് ഇൻ MMA മാച്ച് ഒരു നല്ല ഒരു ഫൈറ്ററാണേ ലെഗ് കിക്ക് ചെയ്യും. പക്ഷേ ഇൻ ദിസ് കേസ് Alexander Volkanovski couldn't do it because he was a shorter man and his leg reach is small. Even though his arms reach is longer, leg reach small ആയതുകൊണ്ട് ആദ്യം ഇസ്ലാമിൻ്റെ കിക്കാണ് അലക്സിൻ്റെ മേത്തേക്ക് എത്തുക. സോ ഹീ കുഡൻ ഡു ദാറ്റ് കൺസിസ്റ്റൻ്റ്ലി. എന്നാലും കുറേ ഡാമേജ് ചെയ്തായിരുന്നു ലെഗ് കിക്ക് വെച്ച്. വിൽ ലുക്ക് അറ്റ് ഇറ്റ് ആഫ്റ്റർ സം ടൈം. എന്നാലും നമുക്ക് നോക്കാം. ഈ സ്റ്റാൻസാണ് ലൈക്ക് ഒരു കുഴപ്പമെന്ന് പറയണത്. ഞാൻ ഇത് ലൈക്ക് കുഴപ്പമെന്ന് പറയുന്നത് ഫോർ ഇസ്ലാം. ഡസ്റ്റിൻ പോറിയയ്ക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഡസ്റ്റിൻ പോറിയ ഈസ് റിയലി ഗുഡ് അറ്റ് കിക്കിംഗ് ലെഗ്സ്. കോണർ മെക്ഗ്രെഗറിൻ്റെ ഒപ്പം ഉള്ള ഫൈറ്റ് കണ്ട് നോക്കിയാൽ മതി. ഹീസ് റിയലി ഗുഡ് അറ്റ് കിക്കിംഗ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത്ര വൈഡായിട്ടുള്ളൊരു സ്റ്റാൻസ് ഇസ്ലാം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഡസ്റ്റിൻ ബീങ് എ സൗത്ത് പോ ഹിംസെൽഫ്, അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സ്റ്റാൻസിലായിരിക്കും. അവർ ഇവൻ്റെ ഇസ്ലാമിൻ്റെ ലീഡ് ലെഗ് ഇവിടെ, ഇവൻ്റെ ലീഡ് ലെഗ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ലെഗ് റിയറിൽ നിന്ന് ഇത് ബാക്ക് ഔട്ട്സൈഡ് കാഫിലേക്ക് അടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതാണ് ഞാൻ പറയണേ ഇത് പറയണം. കാരണം ഈ ഇങ്ങനെ ഒരു ഫൈറ്റ് സ്റ്റാൻസ് അപ്രോച്ച് ചെയ്താൽ ദിസ് ഇസ് റിയലി ലീഡ് ലെഗ് ഹെവി. ഈ ലീഡ് ലെഗിന് നമ്മൾ വെയിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊന്ന് ഈ ലെഗിനെ ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരു കിക്ക് ചെയ്താൽ ഇവൻ ഓഫ് ബാലൻസ് ആയി പോകും. അതിനൊരു പ്രൂഫ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 12 minutes 13 seconds നമ്മളിപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോ. കണ്ടോ, ഇതാണ് പറ്റണത്. ഇസ്ലാമിൻ്റെ ഈ വൈഡ് സ്റ്റാൻസ് ആയതുകൊണ്ട് ഇവിടെ നോക്കിക്കോ, ആളുടെ സ്റ്റാൻസ് എത്ര വൈഡാണെന്ന് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതിനേക്കാളും അത് നിൽക്കണമായിരുന്നു, കുറച്ചും കൂടി വൈഡായിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇസ്ലാമിനെ ഓഫ് ബാലൻസ് ആക്കി. ആൻഡ് ഡസ്റ്റിൻ പോറിയയ്ക്ക് ഇത് അലക്സാണ്ടർ വോൾക്കനോസ്കിയേക്കാളും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഹീസ് ആസ് ബിഗ് ആസ് ഇസ്ലാം മഖച്ചേവ്. അത് അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ് ഡസ്റ്റിൻ പോറിയെ അത്ര എഫക്റ്റ് ചെയ്യില്ല ആസ് മച്ച് ആസ് അലക്സാണ്ടർ വോൾക്കനോസ്കി. ഇവിടെ അലക്സാണ്ടർ വോൾക്കനോസ്കിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹീ കുഡൻ യൂസ് ദിസ് കിക്സ് ആസ് മച്ച് ബിക്കോസ് ഇസ്ലാം മഖച്ചേവ് വിൽ ബി പഞ്ചിങ്. ഇവിടെ നിന്ന് ഈ റൈറ്റ് ലെഗ് റിയർ ലെഗിൽ നിന്ന് ഈ ലീഡ് ലെഗിലേക്ക് വരണ സമയം കൊണ്ട് ഇസ്ലാമിന് ഇവൻ്റെ മുഖത്തേക്ക് പഞ്ച് ചെയ്യാം. അതുകൊണ്ട് അലക്സിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല ഈ ഹോൾ എന്ന് പറയുന്നത്. പക്ഷേ ഡസ്റ്റിൻ പോറിയയ്ക്ക് ഹിം ബീങ് എ സൗത്ത് പോ ഇത് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ജനറലി ഒരു മൂയ് സ്റ്റാൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഇമാജിനറി വരെ നമ്മളിവിടെ വരച്ചാൽ ഇവിടെ ഒരു കാല്, ഇവിടെ ഒരു കാല്, ദേ ഷുഡ് നോട്ട് ബി വെരി വൈഡ്. ബോക്സിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു കാല് വെച്ച് ഇവിടെ ഒരു കാല് വെച്ചാലും ജനറലി കുറേ ബോക്സേഴ്സ് ചെയ്യാറുണ്ട്, ബിക്കോസ് ദർ ഇസ് നോ വൺ കിക്കിംഗ് അറ്റ് ദർ ലെഗ്സ്. പക്ഷേ മൂയ് തായിൽ അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ ഒരു MMA ഫൈറ്റിലാവുമ്പോൾ ബോക്സിങ് സ്റ്റാൻസസ് എടുക്കുന്നത് വളരെ റെയറാണ് ഫൈറ്റേഴ്സ്, ബിക്കോസ് ദേ വോണ്ട് ടു ചെക്ക് ദ ലെഗ് കിക്സ്. പക്ഷേ ഇസ്ലാം മഖച്ചേവ് ഇങ്ങനത്തെ ഒരു അപ്രോച്ചാണ് എടുക്കണേ. ഫൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇസ്ലാമിൻ്റെ വളരെ വൈഡായിട്ടുള്ള സ്റ്റാൻസാണ്. ആൻഡ് വൈൽ ഹീസ് ബാക്കിംഗ് അപ്പ്, ഇസ്ലാം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു ഇമാജിനറി വരയാക്കി കൺസിഡർ ചെയ്താൽ നമ്മളെപ്പോഴും വൺ ലെഗ് അറ്റ് എ ടൈമാണ് എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ബാക്കിലേക്ക് വേണമെങ്കിൽ ആദ്യം റിയർ ലെഗ് ബാക്കിലേക്ക് വരും, എന്നിട്ടാണ് ഫ്രണ്ട് ലെഗ് ബാക്കിലേക്ക് വരിക. ഇത് ക്രോസ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ രണ്ടും ഒരു സ്ഥലത്ത് ഒരു കാല് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇഫ് ദ ഇൻ്റർസെക്റ്റ് നമ്മൾ ഓഫ് ബാലൻസ് ആയി പോകും. നമ്മളിങ്ങനെ സൈഡിൽ നിൽക്കണം, പക്ഷേ വി ആർ ലുക്കിംഗ് അറ്റ് സെൻറ്റർ. ഇപ്പോൾ കരാട്ടെ സ്റ്റാൻസ് ഉള്ള ഫൈറ്റേഴ്സിന് ദിസ് വിൽ ബി ഓൾ റൈറ്റ്. പക്ഷേ ഇസ്ലാം ഒരു മൂയ് തായ് കം ബോക്സിംഗ് സ്റ്റാൻസ് ആയതുകൊണ്ട് ഇങ്ങനെ സൈഡ് വൈസ് വരുന്നത് ഒട്ടും നല്ലതല്ല, ബിക്കോസ് വൺ ലെഗ് കിക്ക് ക്യാൻ ടേക്ക് ദം ഓഫ് ബാലൻസ്. കണ്ടോ ഞാൻ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് വാട്ട് ഐ മീൻ. നോക്ക്, വൈൽ ഹി ബാക്സ് അപ്പ് ഇത് ഇങ്ങനെ നിൽക്കണത് ഒട്ടും നല്ലതല്ല ഫോർ ഫൈറ്റേഴ്സ്.
ദാറ്റ് ഹാവ് മുയ് തൈ സ്റ്റാൻസസ്. ഇപ്പോൾ വണ്ടർ ബോയിനെ പോലത്തെ ആൾക്കാരാണെങ്കിൽ പോയിൻറ്റ് സ്റ്റാൻസ് കരാട്ടെ സ്റ്റാൻസ് ഉള്ളവരാണെങ്കിൽ ദേ വിൽ സിംപ്ലി സൈഡ് കിക്ക് ഓഫ് ഇറ്റ് ആൻഡ് ഗോ. പക്ഷേ മുയ് തൈ ഓറിയൻറ്റഡ് ഫൈറ്റേഴ്സിന് ഇങ്ങനെ നിൽക്കണം ഒട്ടും നല്ലതല്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മുയ് തൈ ഫൈറ്റേഴ്സ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഒരു ഇമാജിനറി വരച്ച് കഴിഞ്ഞാൽ ഒരു കാലിപ്പുറത്തും ഒരു കാലിപ്പുറത്തുമാണ് ജനറലി ഉണ്ടാവാൻ പാടുള്ളൂ. ഇങ്ങനെ നിൽക്കുന്നത് വളരെ ഓഫ് ബാലൻസ് ആണ്. ബിക്കോസ് ഇഫ് ഇതിപ്പോൾ അലക്സാണ്ടർ വോൾക്കനോസ്കി ഓർത്തഡോക്സ് ആയി നിൽക്കുന്നുണ്ട്, ഡസ്റ്റിൻ പോറിയ വിൽ ബി എ സൗത്ത് പോ. സോ വൈൽ ബാക്കിംഗ് അപ്പ് ഇഫ് ഹി ഡസ് ദിസ്, ഇവിടെ ഡസ്റ്റിൻ പോറിയയുടെ റിയർ ലെഗ് ഈ സൈഡിലായിരിക്കും. ഹി വിൽ ബി ഏബിൾ ടു ചോപ്പ് ഇറ്റ് ഡൗൺ. അലക്സാണ്ടർ വോൾക്കനോസ്കിയുടെ എതിരെ ഇത് അലക്സിനെ പറ്റിയില്ലെങ്കിലും ഡസ്റ്റിൻ പോറിയയുടെ എതിരെ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ഫാക്ടർ ബിക്കോസ് ഡസ്റ്റിൻ പോറിയ കിക്സ് റിയലി ഗുഡ്. അതാണ് ഞാൻ പറയണേ. അതാണ് വൺ ഓഫ് ദ ഹോൾസ് ദാറ്റ് ഐ സി. ഇസ്ലാം എപ്പോഴും ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര വൈഡായിട്ട് ഏകദേശം ഒരു ഓഫ് ബാലൻസ് രീതിയിലാണ് ഇസ്ലാം ബാക്കപ്പ് ചെയ്യുക. അത് നോക്കാം നമുക്ക്. കണ്ടോ, ബാക്കിലേക്ക് ഇറങ്ങിയ ആ സമയത്ത് എത്ര വൈഡാന്ന് നോക്ക്. ഒക്കെ ലീഡ് ഫുട്ടിലാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ വെയിറ്റ് ഫുള്ള് കിടക്കണം. കണ്ടോ, ഈ ലെഗ് ആകെ ഹീൽസാണ് തുറന്നോളൂ, അല്ല ടോസ്, എക്സ്ക്യൂസ് മീ. അപ്പോൾ എല്ലാ വെയിറ്റും ഈ ലെഗിലാണ്. അപ്പോൾ ഈ ലെഗ് അലക്സ് വോൾക്കനോസ്കി കിക്ക് ചെയ്തു. അത് നോക്കി നോക്കിക്കൊണ്ടോ. പക്ഷേ അലക്സാണ്ടർ വോൾക്കനോസ്കിക്ക് അത്ര സക്സസ് ഉണ്ടായില്ല ബിക്കോസ് ഹി വാസ് ടു അഫ്രൈഡ് ഓഫ് ദ പഞ്ചസ്. പക്ഷേ ഇൻ കേസ് ഓഫ് ഡസ്റ്റിൻ പോറിയ ഹൂ ഈസ് ആസ് ബിഗ് ആസ് ഓർ ഈവൻ ബിഗർ ദാൻ ഇസ്ലാം, that will definitely be a factor. അത് നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, വെന്നെവർ ഇസ്ലാം മഖച്ചേവ് ത്രോസ് ഹിസ് ക്രോസ്, ആളുടെ റൈറ്റ് ഗാർഡ് ഡൗൺ ആവും. കണ്ടോ, ഞാൻ പറയണ മൊമെന്റ് നോക്കിയിട്ട് സി വാട്ട് ഹാപ്പൻസ്. 2 എറിഞ്ഞു, അപ്പോൾ റൈറ്റ് ഗാർഡ് ഡൗൺ ആണ്. പക്ഷേ ഇവിടെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീ സ്റ്റെപ്ഡ് ഔട്ട് സൈഡ്, അപ്പോൾ സീനില്ല. എന്നാലും ഹീ ഷുഡ് ബി പ്രൊട്ടക്റ്റിംഗ് ഹിസ് ചിൻ വിത്ത് ദിസ് റൈറ്റ് ആം. അല്ലെങ്കിൽ കണ്ടോ, ഇവിടെ ചാൾസ് ഒലിവേര ഇടിച്ചില്ലെങ്കിലും ഹിസ് ഹാൻഡ് ഇസ് റിയലി ക്ലോസ് ടു ഇസ്ലാം. അപ്പോൾ ഈവൻ ദോ ചാൾസ് ഒലിവേര ഡിഡ് നോട്ട് പഞ്ച് ഇസ്ലാം ആൻഡ് ഡസ്റ്റിൻ പോറിയ കുഡ് ബിക്കോസ് ഹീ ഈസ് എ സൗത്ത് പോ, ഓപ്പോസിറ്റ് സ്റ്റാൻസസിലായിരിക്കും നിൽക്കണേ. ആൻഡ് ഡസ്റ്റിൻ പോറിയയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോട്ട്സ് ആണ് ലെഫ്റ്റ് ഹുക്ക് വരണേ. നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ തവണയല്ല, എപ്പോൾ നോക്കിയാലും അതെ. വെൻ എവർ ഇസ്ലാം മഖച്ചേവ് ത്രോസ് ഹിസ് ക്രോസ് ഹിസ് റൈറ്റ് ഗാർഡ് ഇസ് ഡൗൺ. നമുക്ക് ഈ ഫൈറ്റിൽ തന്നെ കുറച്ചും കൂടി മൊമെൻറ്റ്സ് ഉണ്ട്. അലക്സാണ്ടർ വോൾക്കനോസ്കിയുടെ എതിരെയുള്ള ഫൈറ്റിലായാലും കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് വെൻ ഇസ്ലാം ത്രോസ് ഹിസ് ക്രോസ്. Makhachev's career and his involvement. See? കണ്ടോ, റൈറ്റ് ഗാർഡ് ഇസ് ഡൗൺ ആൻഡ് ചാൾസ് ഒലിവേര വാസ് ഏബിൾ ടു ടച്ച് ഹിസ് ചിൻ. കണ്ടോ, ഹിസ് റൈറ്റ് ഗാർഡ് ഇസ് ഡൗൺ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ബേസിക്കലി ഡസ്റ്റിൻ പോറിയ പ്ലാൻ ചെയ്യേണ്ടത്. ഹീ ഷുഡ് ബി സ്ലിപ്പിംഗ് ദ 2 ആൻഡ് കമ്മിങ് അപ്പ് വിത്ത് ദ ലെഫ്റ്റ് ഹുക്ക്. അതാണ് ആൾ ചെയ്യേണ്ടത് മെയിനായിട്ട്. അതാണ് ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ട് ഇസ്ലാം മഖച്ചേവിൻ്റെയിലുള്ളത്. ബിക്കോസ് ഈ സച്ച് എ വെൽ റൗണ്ടഡ് ഗായ്, കുറേ ഹോൾസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദ തിങ്സ് ഐ നോട്ടിസ്ഡ്. വെൻ എവർ ഹി ത്രോസ് ദ ക്രോസ് ഹി ഡ്രോപ്സ് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ചാൾസ് ഒലിവേര വാസ് ഏബിൾ ടു ടച്ച് ഹിസ് ചിൻ. ലുക്ക്, പക്ഷേ ഇടിക്കാൻ പറ്റിയില്ല. സി, ലുക്ക് അറ്റ് ദിസ്. ഹി സ്ലിപ്ഡ് ദ ക്രോസ് ആൻഡ് കെയിം അപ്പ് വിത്ത് ദ ലെഫ്റ്റ് ഹുക്ക്. ഇവിടെ ചാൾസ് ഒലിവേര ഡിഡ് നോട്ട് കം അപ്പ് വിത്ത് ദ ലെഫ്റ്റ് ഹുക്ക്. ഹി ട്രൈഡ് ബട്ട് ഹി മിസ്ഡ് ഇറ്റ്. എന്നാലും എഗെയിൻസ്റ്റ് ഡസ്റ്റിൻ പോറിയ ഹൂ ഇസ് എ സൗത്ത് പോ ലൈക്ക് ഇസ്ലാം ഇറ്റ് സെൽഫ്, not an orthodox fighter like Charles Oliveira and Alex Volkanovski, and he will be able to capitalize on this opportunity because Dustin Poirier is an exceptional boxer. With singles, manipulate Oliveira to take him down. And this is what I meant when I said Islam Makhachev doesn't shoot. He first second round into time. Charles Oliveira, you cannot take down with. Kando, he is dragging his opponents down by backing them up against the fence. അല്ലാണ്ട് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിലത്തെ ടേക്ക് ഡൗൺ ആയാലും ആദ്യം ചാൾസ് ഒലിവേര പുൾഡ് ഗാർഡ്. ആദ്യത്തേത് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, ചാൾസ് ഒലിവേര ക്ലോസസ് ദ ഡിസ്റ്റൻസ് ആൻഡ് പുൾസ് ഗാർഡ്. കണ്ടോ, ഇസ്ലാം മഖച്ചേവ് ഡിഡ്ന്റ് ഷൂട്ട്. ആൻഡ് ഈവൻ ദ സെക്കൻഡ് ടേക്ക് ഡൗൺ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നോക്കിക്കോ, നമുക്ക് നോക്കാം.
ഇവിടെ ഇറ്റ് വാസ് എ ട്രിപ്പ്, ഇറ്റ് വാസ് എ ജൂഡോ ത്രോ. Right in the corner of Makhachev. ഇവിടെ Herzog using his Brazilian Portuguese to tell Charles Oliveira. See, he did not shoot. കണ്ടോ? And most of the fights നമ്മൾ നോക്കുകയാണെങ്കിൽ he never shoots. Like 90% of the time he pressures them up against the fence, gets the body lock and drags them down. That's what he does. He does not shoot very often. ഇപ്പം നമ്മൾ ഇവിടെ നോക്കിയാലും Oliveira right back under pressure. Oliveira's corner sitting right in the goal. Front kick to the face. Don't allow Makhachev to get close. Pressures him up to the fence. വേണ്ട, body lock. And Charles Oliveira tries to take him down. അതാണ് സംഭവിക്കണേ. അത്ര പ്രാവശ്യം ടേക്ക് ഡൗൺ ചെയ്യണുള്ളൂ ഈ ഫൈറ്റിൽ. ആൻഡ് ഈവൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് വിത്ത് അലക്സ് വോൾക്കനോസ്കി ഹി ഓൺലി ഷൂട്ട്സ് വൺസ്. ബാക്കി എല്ലാ ടേക്ക് ഡൗണും ബോഡി ലോക്ക് വഴിയായിരുന്നു. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സോ ഡസ്റ്റിൻ പോറിയെ വിൽ ബി ഏബിൾ ടു ബി മോർ ഫ്രീ വൈൽ ത്രോയിങ് ഹിസ് ഹാൻഡ്സ് ഓർ കിക്സ് എഗെയിൻസ്റ്റ് ഇസ്ലാം ദാൻ ഹി വാസ് വിത്ത് ഹബീബ്. കാരണം ഹബീബിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹി വിൽ ഓൾവേസ് ഷൂട്ട് ഫോർ ടേക്ക് ഡൗൺ, ഡബിൾ ലെഗ്, സിംഗിൾ ലെഗ് ഒക്കെ ഷൂട്ട് ചെയ്യും, ടേക്ക് ഡൗണിന് വേണ്ടി ഷൂട്ട് ചെയ്യും. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. സോ കമ്പയർഡ് ടു ദ ഹബീബ് ഫൈറ്റ് ആൻഡ് ഇസ്ലാം ഫൈറ്റ്, ഡസ്റ്റിൻ പോറിയെ വിൽ ബി ഏബിൾ ടു യൂസ് ഹിസ് ആർസണൽ മോർ എഗെയിൻസ്റ്റ് ഇസ്ലാം ദാൻ ഹബീബ്. അതാണ് ഞാൻ ഇവിടെ ബേസിക്കലി പറയണത്. ഇത് ഇസ്ലാം മഹാച്ചേവ് വേഴ്സസ് എഡ്രിയാനോ മാർട്ടിൻസ് ആണ്. ദിസ് ഇസ് ദ വൺ ഫൈറ്റ് വെയർ ഇസ്ലാം മഹാച്ചേവ് ഗോട്ട് നോക്ക്ഡ് ഔട്ട്. അപ്പോൾ എഡ്രിയാനോ മാർട്ടിൻസ് ഹിംസെൽഫ് ഇസ് എ സൗത്ത് പോ ലൈക്ക് ഡസ്റ്റിൻ പോറിയെ. അത് നമുക്ക് ഈ ഫൈറ്റ് കാണാം. കണ്ടോ? ഇസ്ലാം വെയിറ്റ്, അറ്റ് ഫസ്റ്റ് ഐ ലെറ്റ് ദിസ് ക്ലിപ്പ് പ്ലേ ആൻഡ് അത് കഴിഞ്ഞിട്ട് നോക്കാം. സി, ദിസ് ഇസ് ഹൗ എഡ്രിയാനോ മാർട്ടിൻസ് കോട്ട് ഇസ്ലാം. കണ്ടോ? Adriano Martins took a step back. Adriano Martins took a step back and Islam's position നോക്കി, he's out of balance. എന്ത് ഔട്ട് ഓഫ് ബാലൻസ് ആണ് നോക്ക്. എല്ലാ ഹോൾ വെയിറ്റ് ഇസ് ഇൻ ദ ലീഡ് ലെഗ്. അത് കഴിഞ്ഞിട്ട് ഈ റിയർ ഹാൻഡ്, ലീഡ് ഹാൻഡ് നോക്ക്, ഗാർഡ് ചെയ്യണില്ല. പക്ഷേ അതിനിവിടെ അധികം സിഗ്നിഫിക്കൻസ് ഇല്ല. ദ മെയിൻ സിഗ്നിഫിക്കൻസ് ഹിയർ ഇസ് ദാറ്റ് ലീഡ് ലെഗ് ഹെവിയാണ് വെൻ എവർ ഹി ത്രോസ് എ ക്രോസ്. MMA-ൽ ഇറ്റ് ഇസ് ചില ഫൈറ്റേഴ്സ് ദേ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ട്രൈക്കർ സച്ച് ആസ് ഡസ്റ്റിൻ പോറിയെ ഹി വിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ലീഡ് ഹാൻഡ് ഇസ് ഡൗൺ, ഇറ്റ് ഇസ് നോട്ട് പ്രൊട്ടക്ടിങ് ഹിസ് ചിൻ ആൻഡ് ഹിസ് whole weight is on his lead leg. So what Adriano Martins does is that he takes a step back and boom, lands a check right hook. See? ഇപ്പോൾ പക്ഷേ ഇത് കഴിഞ്ഞ പിന്നെ, ഈ ഫൈറ്റ് കഴിഞ്ഞ പിന്നെ ഇസ്ലാം മഹാച്ചേവ് ആ ഒരു ഹോള് കറൻ്റ്ലി ഇല്ല ലീഡ് ലെഗ്. ഈവൻ ദോ ഹീസ് ലീഡ് ലെഗ് ഹെവി, ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആഫ്റ്റർ ഹീ ത്രൂ ദ ക്രോസ് ഹീ ജസ്റ്റ് കെയിം ഇൻ ഫോർവേഡ് വിത്തൗട്ട് എനി ഗാർഡ്. നമുക്ക് സ്ലോ മോഷനിൽ കാണാം ഇവിടെ. കണ്ടോ? ഹീ ത്രൂ ദ ക്രോസ്, ഇനി കണ്ടോ, ഗാർഡൊന്നും ഇല്ലാണ്ട് വെറുതെ കയറി വന്നു. കണ്ടോ? സോ എഡ്രിയാനോ മാർട്ടിൻസ് ടുക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ബൂം, ചെക്ക് റൈറ്റ് ഹുക്ക്. അതാണ് സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇസ്ലാം വെൻ എവർ ഹി ത്രോസ് ദ ടു, വൺ തിങ് ഹി സ്റ്റിൽ ഡസ് ഇസ് ദാറ്റ് ഹി സ്റ്റിൽ റിയലി ലീഡ് ലെഗ് ഹെവി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവൻ അപ്പം തന്നെ ഗാർഡില്ലാണ്ട് ഫ്രണ്ടിലേക്ക് നീങ്ങണില്ല. ദാറ്റ്സ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഹി റെക്ടിഫൈഡ്. നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, അപ്പം തന്നെ ഒരു ക്രോസ് വന്നു, ആൾ ഫ്രണ്ടിലേക്ക് കയറി പോയില്ല. അതാണൊരു വ്യത്യാസം വെൻ ഹി ഡസ് ത്രോ ദ ക്രോസ്. എന്നാലും ഇപ്പോഴും അവിടെ ഉള്ളൊരു അവൻ റെക്ടിഫൈ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഹീ സ്റ്റിൽ ലീഡ് ലെഗ് ഹെവി വൈൽ ത്രോയിങ് ദ ക്രോസ്. ലീഡ് ലെഗ് ഹെവി ആവണം വൈൽ ത്രോയിങ് ദ ക്രോസ്. ഐ എം നോട്ട് സെയിങ് വി ഷുഡ് നോട്ട് ബി ലീഡ് ലെഗ് ഹെവി. പക്ഷേ നമ്മളൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. വൈൽ ലുക്കിംഗ് അറ്റ് സ്റ്റാൻസ് ഇറ്റ് സെൽഫ് വി ക്യാൻ സേ ദാറ്റ് ഹീ ഈസ് റിയലി ഔട്ട് ഓഫ് ബാലൻസ്. നോക്കിക്കോ, കണ്ടോ എത്ര ആയാലും ഇത്ര ഒരു വൈഡ് സ്റ്റാൻസും ഇത്ര ലീഡ് ലെഗ് ഹെവി ആയിട്ട് ഒരു ക്രോസ് ത്രോ ചെയ്യണത്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഹി ഗെറ്റ്സ് അവേ വിത്ത് ഇറ്റ്. It's because it's pretty obvious. It's because people are too worried about his takedowns that they won't think about the striking. കണ്ടോ? എന്നിട്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ലീഡ് ഹാൻഡ് ഗാർഡ് ചെയ്യണില്ല ചിന്നിനെ. കണ്ടോ? ദിസ് ഹാൻഡ് ഷുഡ് ബി റൈറ്റ് ഹിയർ, ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റിംഗ് ഹിസ് ചിൻ. സോ ഇപ്പോൾ ഞാൻ ഒരു സൗത്ത് പോസ്റ്റ് സ്റ്റാൻസ് എടുത്തിട്ട് ഞാൻ ഒരു ക്രോസ് ത്രോ ചെയ്താൽ
എൻ്റെ കൈ ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതേ കണ്ടോ. ഇപ്പോൾ ചാൾസ് ഒലിവേര ഈവൻ ദോ ഹീ ഡിഡ് നോട്ട് പഞ്ച് ഇസ്ലാം, അവൻ്റെ കൈ എവിടെയാണെന്ന് നോക്ക്. ഇഫ് ചാൾസ് ഒലിവേര സോ ദിസ് ഷോട്ട് ഹീ കുഡ് ഹാവ് ലാൻഡഡ് ഇറ്റ്, ബട്ട് ഹീ ഡിഡ് നോട്ട്. ബിക്കോസ് ചാൾസ് ഒലിവേര ഡിഡ് നോട്ട് സീ ദാറ്റ് ഷോട്ട് ഡസ് നോട്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് ഓർ ഫ്ലോ ഡിസപ്പിയർ. അവിടെ ഇപ്പോഴും ആ ഒരു ഫ്ലോ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിൽ നിന്നല്ല, ഇപ്പോൾ വേറെ ഇസ്ലാം മഖശേവ് എപ്പോൾ ക്രോസ് ത്രോ ചെയ്താലും നമുക്ക് നോക്കാം. വെൻ എവർ ഇസ്ലാം ത്രോസ് ഇസ് ക്രോസ്, സി ഇവിടെ കണ്ടോ, ഇവിടെ ഇസ്ലാം ഡിഡ് ടാഗ് ഹിം, കണ്ടോ, ഇവിടെ ഇസ്ലാം ഡിഡ് ടാഗ് ഹിം. ഇവിടെ എന്താ ചാൾസ്, ഇവിടെ ചാൾസ് ഡിഡ് ടാഗ് ഹിം, ഇസ്ലാം അല്ല, ചാൾസ് ഡിഡ് ടാഗ് ഇസ്ലാം. നോക്ക് ഇവിടെ എന്താ ചെയ്തതെന്ന് നമുക്ക് സ്ലോ മോഷനിൽ ഒന്ന് കണ്ടു നോക്കാം. See, he misses the right hand. Islam misses the right hand അല്ല, ലെഫ്റ്റ് ഹാൻഡ്, പാർഡൺ മീ, ലെഫ്റ്റ് ഹാൻഡ് മിസ് ചെയ്തു. അപ്പോൾ ചാൾസിൻ്റെ കൈ എവിടെയാണ് നോക്ക്, അപ്പോഴിവിടെയാണ്. ഇവിടെ ഇത് ലാൻഡ് ചെയ്യാൻ ഇത് ഇവിടെ കിടപ്പുണ്ട്. ദിസ് ഫ്ലോ ഇസ് ദെയർ. ഇവൻ്റെ ലീഡ് ഹാൻഡ് ഒരിക്കലും പ്രൊട്ടക്റ്റഡ് അല്ല. ഇവൻ്റെ ലീഡ് ഹാൻഡ് ഇവിടെയാണ് ഇരിക്കേണ്ടത് ബേസിക്കലി, പക്ഷെ അത് ഒരിക്കലും ഇരിക്കണില്ല. വെൻ എവർ ഹി ത്രോസ് ഇസ് ക്രോസ്, ഇത് റെയർലി അല്ല ഇവൻ ചെയ്യണം, എപ്പോൾ നോക്കിയാലും അതെ. വെൻ എവർ ഹി ഡസ് ദിസ്, വെൻ എവർ ഹി ത്രോസ് ഇസ് ക്രോസ്, ഇവൻ്റെ ലീഡ് ഹാൻഡ് ഇവിടെയാണ്. ഇറ്റ് ഇസ് നോട്ട് പ്രൊട്ടക്റ്റിംഗ് ഹിസ് ചിൻ, ഇറ്റ് ഷുഡ് നോട്ട്, ഹിസ് ഗാർഡ് ഇസ് നോട്ട് അപ്പ്. ഇവിടെ എന്തുകൊണ്ടോ ചാൾസ് ഒലിവേര ഇത് ഇടിച്ചില്ല അവനെ, ഭാഗ്യം കൊണ്ട്. പക്ഷേ എഗെയിൻസ്റ്റ് ഡസ്റ്റിൻ പോറിയെ, ഹൂ ഇസ് എ സൗത്ത് പോ, ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വി ക്യാൻ സീസ് ലുക്ക് അറ്റ് ഡസ്റ്റിൻ പോറിയസ് ലാസ്റ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബെന്നോ സെൻറ്റനി. അവിടെ ആളെന്താ ചെയ്തേ ടു ഗെറ്റ് ദ ഫിനിഷ്. ഇവിടെ നോക്ക്, രണ്ടുപേരും ഇൻ ദ സൗത്ത് പോ സ്റ്റാൻഡ്സ് ആൻഡ് ബെന്നോ സെൻറ്റനി ഇസ് എ സൗത്ത് പോ, സോ ഇസ് ഇസ്ലാം മഖശേവ്, സോ ഇസ് ഡസ്റ്റിൻ പോറിയ. സോ ഇത് ഏകദേശം ഒരു ഐഡിയ തരും ഹൗ ഡസ്റ്റിൻ പോറിയ ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് സൗത്ത് പോസ്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ഫിനിഷിംഗ് സീക്വൻസ് വെയർ ഹി ഫിനിഷസ് സെൻറ്റനി. നമുക്കിവിടെ നോക്കാം. ഇഫ് യു ഗൈസ് സീ ഇറ്റ് പ്രോപ്പർലി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണത്. ജാബ് ബൈ പോറിയെ, റൈറ്റ് ഹുക്ക് ബൈ പോറിയെ. സി കണ്ടോ, ഇവിടെ പോറിയെ സ്ലിപ്ഡ് ദ ക്രോസ് ഓഫ് ബെന്നോ സെൻറ്റനി ആൻഡ് ഡസ്റ്റിൻ പോറിയെ ലാൻഡഡ് ഹിസ് cross. He slipped Benoit's cross and landed his hook, may I say, rather than cross. This is when he hurts Benoit for the first time. Nokiko kando, that's how he dropped Benoit Centeni. Poriyada one of the best shots ആണ്, slip and go for the hook. ഒന്നും കൂടി നമുക്കത് കാണാം. Because I can't stress this enough. This, mark my words, this is how Poirier is gonna knock Islam out. ഇങ്ങനെ ആയിരിക്കും ഇഫ് ഹി ഡസ് വെൻ. അതാണ് സംഭവിക്കാൻ പോണേ. അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ആർസണലിൽ പിന്നെയും കുറച്ച് ഫ്ലോസ് ഉണ്ട്, അത് ഞാൻ പറയാം എന്താണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ്സ് ദാറ്റ് ഐ വോണ്ട് ടു സ്ട്രെസ് അബൌട്ട്. ഡസ്റ്റിൻ പോറിയയ്ക്ക് അവിടെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇസ്ലാമിൻ്റെ എതിരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ നോട്ടീസ് ചെയ്ത സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, വെൻ എവർ ഇസ്ലാം ത്രോസ് ഇസ് അപ്പർ കട്ട്, സി എഡ്രിയാനോ മാർട്ടിൻസിൻ്റെ ഒപ്പമുള്ള ഫൈറ്റിൽ എന്താ എഡ്രിയാനോ മാർട്ടിൻസിൻ്റെ എതിരെയുള്ള ഫൈറ്റിൽ എന്താ സംഭവിച്ചേ ഇസ്ലാമിന്? ഹീ കെയിം ഇൻ വിത്ത് ഹിസ് ഗാർഡ് ഡൗൺ. നോക്കിക്കോ, ഹീ കെയിം ഇൻ വിത്ത് ഹിസ് ഗാർഡ് ഡൗൺ, caught him while he was off balance and boom, put him to sleep. അല്ലേ സംഭവിച്ചേ? ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക നിങ്ങൾ. സി കണ്ടോ, സി ഈ ഒരു ഫോട്ടോ, ഇസ്ലാംസ് ഗാർഡ് ഡൗൺ കണ്ടോ. ആൻഡ് ഇതേ ഒരു മൊമെൻറ്റ് ചാൾസ് ഒലിവേറയുടെ ഫൈറ്റിലുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ചാൾസ് ഒലിവേറ ഡിഡ് നോട്ട് ടേക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നോക്കിക്കോ, 2-3 ചെയ്തു, കഴിഞ്ഞിട്ട് വന്നു നേരെ അപ്പർ കട്ട് ത്രോ ചെയ്യും. കണ്ടോ, സി ഇത് നോക്കി ലുക്ക് അറ്റ് ദിസ്. സ്റ്റാൻസ് ഇസ് വൈഡ്, ഓഫ് ബാലൻസ്, ബോത്ത് ഹാൻഡ്സ് ആർ ഡൗൺ. ഈ ഒരു പഞ്ച് ത്രോ ചെയ്യാൻ നോക്കാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ഹുക്ക്, ഇറ്റ്സ് ട്രൈങ് ടു ഗ്രാബ് ചാൾസ് ഒലിവേറ. കണ്ടോ, ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല. ഇഫ് ചാൾസ് ഒലിവേറ ത്രൂ ലെഫ്റ്റ് ഹുക്ക് ഓർ റൈറ്റ് ഹുക്ക്, എനിത്തിങ്,
it would have landed. പക്ഷേ it was in a fast scenario where Charles could not get that opportunity. പക്ഷേ ഡസ്റ്റിൻ പോറിയയുടെ എതിരെ ഇത് ഇസ്ലാം മഹാച്ചേവ് ചെയ്താൽ 100% ഷുവർ that Dustin Poirier knocks him out cold. Because Dustin Poirier got so much power in his hands. So ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി ആളുടെ അപ്പർ കട്ട് ചെയ്യുമ്പോൾ ഓഫ് ബാലൻസ് ആണ്, ആൻഡ് ഹി ജസ്റ്റ് മാർച്ചസ് ഫോർവേഡ് hoping that he will grab them, hoping he will grab his opponent. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഹി ഈസ് നോട്ട് ട്രൈങ് ടു ലാൻഡ് എ പഞ്ച് ദർ. അപ്പോൾ ഇതിലത്തെ കീ ടേക്ക് അവേസ് എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാൻസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഹിസ് ഗാർഡ് ഇസ് ഡൗൺ വൈൽ ത്രോയിങ് ദ ക്രോസ് ഓർ ടു, വൈൽ ത്രോയിങ് ദ ടു. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വെനെവർ ഹി ത്രോസ് ഹിസ് ക്രോസ്, ഇത് ഞാൻ പിന്നെ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. വെനെവർ ഹി ത്രോസ് ഹിസ് ക്രോസ്, ഹീ ഈസ് നോട്ട് പുട്ടിങ് ഇറ്റ് ഇൻ കോമ്പിനേഷൻസ്. ലൈക്ക് ഹി ഡസ് പുട്ട് ഇറ്റ് ഇൻ എ കോമ്പിനേഷൻ, ബട്ട് ഹി ഡസ് ഇറ്റ് വെരി റെയർലി. എപ്പോൾ നോക്കിയാലും 90% ഓഫ് ദ ടൈം എപ്പോൾ ഇസ്ലാം ക്രോസ് ത്രോ ചെയ്താലും ഇറ്റ് ഈസ് ജസ്റ്റ് ഹീസ് ത്രോയിങ് ഇറ്റ് അലോൺ. ലൈക്ക് അതിനെ പ്രിസീഡ് ചെയ്യാനൊന്നുമില്ല. ഹീ സ്റ്റാർട്ട്സ് വിത്ത് ദ ക്രോസ്. Dustin Poirier should time his cross to land that left hook of Dustin Poirier. ഇസ്ലാം മഹാച്ചേവിൻ്റെ ക്രോസ് വരുന്ന ടൈം ചെയ്തിട്ട് ഇസ്ലാമിൻ്റെ ക്രോസ് സ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ ഈ ലെഫ്റ്റ് ഹുക്ക് വെച്ച് ഇസ്ലാമിനെ ഇടുക. അതാണ് ബേസിക്കലി സംഭവിക്കേണ്ടത്. സോ ടു ടൈം ഹിസ് ഷോട്ട് എപ്പോഴാണ് 2 വരണ്ടേന്ന് അറിയണ്ടേ. അപ്പോൾ വെനെവർ അതാണ് ഞാൻ പിന്നെ പറഞ്ഞത്, വെനെവർ ഇസ്ലാം ത്രോസ് ഹിസ് ക്രോസ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു സീക്വൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഹി ത്രോസ് ഹിസ് ക്രോസ്, കണ്ടോ നേരെ. അത് മാത്രമല്ല, ഇപ്പോൾ പറയും ഒരു ഇതല്ല, ഇറ്റ്സ് നോട്ട് ഇൻ വൺ ഇൻസ്റ്റൻസ്. എല്ലായ്പ്പോഴും വെനെവർ ഹി ത്രോസ് ഹിസ് ക്രോസ്, ത്രോസ് ഇറ്റ് അലോൺ. ഹി സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് ദ ടു. ഒറ്റയ്ക്കെന്നല്ല, ഹി ഫോളോസ് ഇറ്റ് അപ്പ് വിത്ത് ദ കോമ്പിനേഷൻ, ബട്ട് he starts it with his 2. He feint jabs it. ജാബ് ഫെയിൻറ്റ് ചെയ്യും, എന്നിട്ട് 2 വരും. എപ്പോഴും 2 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണേ അവൻ. ഈ ഫൈറ്റിൽ ഇത്രേ ഉള്ളൂ. പിന്നെ അലക്സാണ്ടർ വോൾക്കനോസ്കിയുടെ എതിരെയുള്ള ഫൈറ്റിൽ നമുക്ക് നോക്കാം. എഴുതി നോക്കിക്കോ. ഹി സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് ദ ക്രോസ്, ഹി ഫെയിൻറ്റ് ജാബ്സ് ആൻഡ് ദെൻ ക്രോസസ്. നോക്കിക്കോ, കണ്ടോ, നോക്കിക്കോ ഇപ്പോൾ വരും. കണ്ടോ, അത് സ്ലോ മോഷനിൽ നോക്ക്. അതിൻ്റെ കണ്ടോ, ഹി ഫെയിൻ ജാബ്സ് ആൻഡ് ദെൻ ക്രോസസ്. ഒരിക്കലും ഇപ്പോൾ ജാബ് ചെയ്തിട്ട് ക്രോസ് വരില്ല. ഇറ്റ് ഈസ് വെരി റെയർ. പിന്നെ കൂടുതലും വരുന്നത് ഹുക്ക് എടുത്തിട്ട് ആൻഡ് ഹി ദെൻ ക്രോസ് ഇടും. അല്ലാണ്ട് ജാബിൽ നിന്ന് ക്രോസ് വരുന്നത് വളരെ റെയറാണ് ഇസ്ലാമിന്. ഡസ്റ്റിൻ പോറിയയ്ക്ക് ഈ ഫെയിൻറ്റ് ടൈം ചെയ്യാൻ പറ്റിയ ആ ക്രോസും ടൈം ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയണേ. കണ്ടോ, ഹി ഫെയിൻ ജാബ്സ് ആൻഡ് ദെൻ ക്രോസസ്. അത് സംഭവിക്കണേ. അപ്പോൾ ബേസിക്കലി ഡസ്റ്റിൻ പോറിയ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഹി ഷുഡ് ബി കിക്കിംഗ് അറ്റ് ഇസ്ലാം മഹാച്ചേവ്സ് കാഫ്സ്, നോട്ട് തൈസ്, കാഫ്സ്. ആൻഡ് ഇസ്ലാം മഹാച്ചേവ് ഫോർവേഡ് പ്രഷർ ചെയ്യുമ്പോൾ കിക്ക് ചെയ്താൽ നല്ല കാര്യമല്ല, ബിക്കോസ് ദാറ്റ്സ് ഹൗ ഹി ടുക്ക് ഡൗൺ ഡാൻ ഹുക്കർ. ഇസ്ലാം മഹാച്ചേവ് റിട്രീറ്റ് ചെയ്യുമ്പോൾ കിക്ക് ചെയ്യണം. ദാറ്റ്സ് വെൻ ഹി ഹാഡ്, ഈവൻ അലക്സാണ്ടർ വോൾക്കനോസ്കി ഹാഡ് ഹിസ് സക്സസ്. അല്ലെങ്കിൽ പിന്നെ സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ ഇസ്ലാം മഹാച്ചേവ് കയറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വെൻ ഹീസ് ഇൻ ക്ലോസ് റേഞ്ച്, വെൻ ഹീസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി എങ്ങാനും കിക്ക് ചെയ്യാൻ നിന്നാൽ ഹി വിൽ ട്രൈ ടു ടേക്ക് Dustin Poirier down. അപ്പോൾ Dustin Poirier should be kicking at his calves while pressuring, not while Islam is pressuring, while Dustin Poirier is pressuring Islam, or while Islam is retreating, and then time that cross of Islam Makhachev. And because of the power Dustin Poirier possesses, if Dustin Poirier lands one on Islam, it is pretty sure that Islam gets knocked out. It's not even a question. The power that Dustin Poirier possesses is unreal. Okay, that's how I think this fight is going to go. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയാണ് ആ ഫൈറ്റ് പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്യണേ. എനിക്ക് എൻ്റെ ബ്രേക്ക് ഡൗൺ ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ ദിസ് ഈസ് ഓൾ ഇൻ അസംഷൻ ദാറ്റ് ഡസ്റ്റിൻ ഈസ് ഏബിൾ ടു കീപ് ദിസ് ഫൈറ്റ് ഓൺ ഹിസ് ഫീറ്റ്. ഇഫ് ഇസ്ലാം ഗെറ്റ്സ് എ ടേക്ക് ഡൗൺ, ഇറ്റ്സ് പ്രിറ്റി മച്ച് ഓവർ ഫോർ ഡസ്റ്റിൻ. ബട്ട് അസ്യൂമിങ് Dustin Poirier keeps it on his feet, I think this is what's going to happen. If you like the video, consider subscribing.
ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ കാണാം. ബൈ.